ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പുകളാണ്. എൻ്റെ പറമ്പിൽ നിന്ന് തന്നെ പൂവൊക്കെ പിച്ചി ഒരു പാത്രത്തിലേക്ക് വെച്ചു. ഇത് ഇന്നലെ മേടിച്ച പാത്രമാണ്. അതിനകത്ത് പൂവെല്ലാം പിച്ചി വെച്ച് സെറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചൂട്ട്, കൊതുമ്പ്, വിറവെല്ലാം കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി വെച്ച്. അപ്പോൾ എളുപ്പമാണല്ലോ എടുക്കാൻ. അങ്ങനെ നോക്കിയപ്പോഴാ സമയം പോയി. പിന്നെ പെട്ടെന്ന് റെഡിയായി. അപ്പം വലിയ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. സിമ്പിളായിട്ട് പിന്നെ ഞാൻ ആലോചിച്ച് വീട്ടിലല്ലേ പൊങ്കാല ഇടുന്നത്, അപ്പം സിമ്പിളായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീയും ചെയ്ത് ജസ്റ്റ് ഒരു ക്രീമിട്ട് ജസ്റ്റ് കണ്ണെഴുതി ഒരു പൊട്ടും ഇട്ട് ഇത്രയേ ഉള്ളൂ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് വന്ന് അടുപ്പ് വെച്ചു, കലം വെച്ചു, വിളക്കും കിണ്ടിയും എല്ലാം വെച്ചു. അതിനകത്ത് തിരിയും ഒക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ച് റെഡിയാക്കി വെച്ചു. പിന്നെ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചു. പൂവൊക്കെ പിന്നെ നല്ല രീതിയിലിട്ട് സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ ഒരു ഭംഗിയുള്ളൂ. അപ്പം അതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ശർക്കര, പഴം, മുന്തിരി, ഏലക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ചന്ദനത്തിരിയൊക്കെ നമ്മൾ നേരത്തെ എടുത്തങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് സമയത്ത് എളുപ്പമാണല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ പൊങ്കാലയ്ക്കുള്ള എല്ലാം റെഡിയാക്കി വിളക്കെല്ലാം കത്തിച്ചു, എല്ലാം സെറ്റ് ചെയ്തു. ഞാൻ TV ലൈവ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അതിനകത്ത് പണ്ടാര അടുപ്പ് കത്തിച്ച സമയത്ത് തന്നെ ഞാൻ അടുപ്പ് കത്തിച്ചു. എന്തോ അവിടുത്തെ പണ്ടാര അടുപ്പ് ആ തിളച്ച സമയത്ത് തന്നെ എൻ്റെയും കലത്തിലെ വെള്ളം തിളച്ച് പൊങ്ങി. അരിയിട്ട് ഏലക്ക, പഴവും ഇട്ട് മുന്തിരി ഇട്ട് നല്ല തിളച്ച് വന്നപ്പോൾ ഇളക്കി പായസം എല്ലാം സെറ്റായി. അപ്പോൾ എൻ്റെ പൊങ്കാല, ഞാൻ വീട്ടിലിട്ട എൻ്റെ ആറ്റുകാൽ പൊങ്കാല